ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് രാജുവിന്റെ വീടാണ്. മുറിയിലേക്ക് ചെല്ലുന്ന ജയൻ ആ തോക്ക് ഒറിജിനൽ ആണോ എന്ന് പരിശോധിക്കുന്നതാണ് കാണിക്കുന്നത്. നല്ല കനമുണ്ട്, അപ്പോൾ ഇതെന്താണെങ്കിലും ഒറിജിനൽ തന്നെയാണെന്ന് പറഞ്ഞ് ജയൻ അത് കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പ്രിയ കഥകിൽ തട്ടുന്നത്. പെട്ടെന്ന് തന്നെ ബാഗിലേക്ക് തോക്ക് വെച്ചതിന് ശേഷം കഥക് തുറക്കുകയാണ് ജയൻ. തുടർന്ന് പ്രിയ സംശയത്തോടെ മുറിയിലാകെ പരതുമ്പോൾ ഇവിടെ കള്ളൊന്നുമില്ലെന്നും നീ എന്നെ ഇങ്ങനെ സംശയിക്കരുതെന്നും പറഞ്ഞുകൊണ്ട് കരച്ചിൽ അഭിനയിക്കുകയാണ് ജയൻ. ചേട്ടൻ വിഷമിക്കാതെ, ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ഉടായ്പ കാണിക്കുന്നത് കൊണ്ടല്ലേ ഞാൻ സംശയിക്കുന്നത്. ചേട്ടന് ഒരു ഗ്ലാസ് പാലെന്ന് പ്രിയ ചോദിക്കുമ്പോൾ 2 പഴം കൂടി എടുത്തോളാൻ ജയൻ പറയുന്നു. അങ്ങനെ പ്രിയ പുറത്തേക്ക് പോകുമ്പോൾ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞു നിൽക്കുന്ന ജയനെയാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് ജഗന്നാഥനെയാണ്. നടക്കാൻ സാധിക്കാത്ത ജഗന്നാഥൻ കഷ്ടപ്പെട്ട് പിടിച്ചു നടന്ന് പുറത്തേക്ക് പോകാൻ നോക്കുന്നതാണ് കാണിക്കുന്നത്. അതേസമയം ഇത് കണ്ടുകൊണ്ട് പത്മാവതി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. എന്താ ജഗന്നാഥേട്ട, എന്തായി ചെയ്യുന്നതെന്ന് പത്മാവതി ചോദിക്കുമ്പോൾ എനിക്ക് ചില കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാനുണ്ടെന്നും പത്മാവതിയെ ഇനിയും ഞാൻ ബുദ്ധിമുട്ടിക്കില്ലെന്നും ജഗന്നാഥൻ പറയുന്നു. ജഗന്നാഥേട്ട, ആദ്യം ഈ കാലിലെ മുറിവൊക്കെ ഒന്ന് ഉണങ്ങട്ടെ, അതുവരെ ഒന്ന് കാത്തു നിൽക്കണം. പിന്നെ ജഗന്നാഥേട്ടന്റെ സമാധാനത്തിന് വേണ്ടി വേണുവേട്ടനെ ഞാൻ ഇങ്ങോട്ടേക്ക് വിളിപ്പിക്കാം. വേണു വരുമോ എന്ന് ജഗന്നാഥൻ ചോദിക്കുമ്പോൾ തീർച്ചയായും വരുമെന്ന് പറഞ്ഞ് ജഗന്നാഥനെ സമാധാനിപ്പിച്ച് പുറത്തേക്ക് പോകുന്ന പത്മാവതിയാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് പ്രതാപന്റെ വീടാണ്. ദീപക്കും അമ്പലിയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജയൻ അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്തുണ്ട് വിശേഷമെന്ന് അമ്പിക ചോദിക്കുമ്പോൾ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ലെന്നും ഞാൻ വെളുക്കുന്നത് പറയുന്നില്ലായിരുന്നു ജയൻ ചോദിക്കുന്നു. അല്ല, ഞാൻ ഇവിടെ തന്ന ബാഗ് ജയൻ തുറന്നു നോക്കുമെന്ന് അമ്പിക ചോദിക്കുമ്പോൾ ഞാനിതാ തുറന്നു നോക്കുന്നതെന്ന് ജയൻ ചോദിക്കുന്നു. അല്ല, വിശ്വസതയുള്ളവരെ അങ്ങനെയാണ് ഞാനും ജയനെ ചെയ്തതല്ലേ എന്നെ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് അമ്പിക ദീപത്തിനെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോകുമ്പോൾ ഇവര് എനിക്കിതെന്തോ പണി വെച്ചതാണെന്ന് തോന്നുന്നത് മനസ്സിൽ പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ് ജയൻ. വീട്ടിലേക്ക് ചെല്ലുന്ന ജയൻ അലമാര തുറന്ന് പരിശോധിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ തോക്കുണ്ടായിരുന്നില്ല. തോക്ക് പോയെന്ന് പറഞ്ഞ് ജയൻ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് തൻ്റെ നേരെ തോക്ക് ചുണ്ടി നിൽക്കുന്ന രവികയാണ്. അയ്യോ മേഡം, എന്നെ ചുറ്റിയില്ലേ എന്ന് ജയൻ പറയുമ്പോൾ സത്യം പോലെ പറയണമെന്നും അവിടെ ജോലിക്ക് കയറിയത് എന്നെ ചതിക്കാനാണെന്ന് എനിക്ക് കൃത്യമായി തന്നെ അറിയാമായിരുന്നു. അംബികാമായി നിങ്ങളെ എന്ത് ജോലി ഏൽപ്പിച്ചതെന്ന് തുറന്നു പറയാനായി ഋതിക പറയുമ്പോൾ പേടിയോടുകൂടി അംബിക പറഞ്ഞ കാര്യങ്ങളെല്ലാം ഋതികയോട് പറയുകയാണ് ജയൻ. പക്ഷേ ഞാൻ ഒരിക്കലും എൻ്റെ അളിയനെയും കൊച്ചിനെയും ചതിക്കില്ല. ഈ തോക്ക് കുഴിച്ചിടാനായിരുന്നു എൻ്റെ പ്ലാൻ എന്ന് ജയൻ പറയുമ്പോൾ ഋതിക പറയുകയാണ്, അപ്പോൾ സ്പൈ ആകാനായിരുന്നു നിങ്ങളുടെ പ്ലാൻ. എന്നാലേ നിങ്ങൾ സ്പൈ തന്നെ ആയിക്കോ. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്, നിങ്ങൾ എൻ്റെ സ്പൈ ആയിരിക്കും. ഈ നിമിഷം മുതൽ നിങ്ങൾ എൻ്റെ എംപ്ലോയി ആണെന്നും ഞാൻ നിങ്ങൾക്ക് സാലറി തരും. അംബികാമ്മയുടെ ഓരോ നീക്കങ്ങളും എന്നെ അറിയിക്കണമെന്നും ഋതിക പറയുമ്പോൾ അതിനെല്ലാം സമ്മതം മുളുകയാണ് ജയൻ. സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാലോ എന്ന് ഋതിക ചോദിക്കുമ്പോൾ സൈനിക്കുകയാണ് ജയൻ. തോക്കുമായി അവിടെ നിന്ന് പോകുമ്പോൾ ആദ്യം കൂടെ നിൽക്കണമെന്നറിയാതെ ടെൻഷനോടെ നിൽക്കുകയാണ് ജയൻ. തുടർന്ന് ജയൻ തൻ്റെ കൂട്ടുകാരനെ വിളിക്കുന്നു. നിന്റെ ഒരു ഒപ്പീനിയൻ അറിയാനാ ഞാനിപ്പോൾ വിളിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ഋതികയും അമ്പികയും പറഞ്ഞ കാര്യങ്ങളെല്ലാം ജയൻ അയാളോട് പറയുന്നതാണ് കാണിക്കുന്നത്. തുടർന്ന് കൊച്ചമ്മനെ അങ്ങോട്ടേക്ക് വരുന്നത് കണ്ട് പെട്ടെന്ന് തന്നെ കോള് കട്ടിയുകയാണ് ജയൻ. തുടർന്ന് കൊച്ചമ്മനെ ചെന്ന് ജയനോട് പറയുകയാണ്, എനിക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്, അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എടാ, നമുക്ക് ആ വീഡിയോട് ഒട്ടി നിന്നിട്ട് നമുക്കങ്ങ് മുങ്ങിയേക്കാമെന്ന് കൊച്ചമ്മ പറയുമ്പോൾ ഏത് കുളത്തിലാണ് മുങ്ങുന്നതെന്ന് ചോദിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. രണ്ടുപേർക്കും കണക്കിന് കൊടുത്തതിന് ശേഷം നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് രാജു ഋതികയും ഓരോ ബിസിനസ് കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അല്ല രാജു, ഈ നേരം വിളി എന്ന് അവസാനിപ്പിക്കുമെന്ന് ഋതിക ചോദിക്കുന്നു. അതൊക്കെ കുറച്ച് സമയമെടുക്കുമെന്ന് രാജു പറയുമ്പോൾ എന്നാലേ രാജുവിന്റെ മേടം വിളി നിൽക്കുന്നതുവരെ ഞാൻ ഇല്ലെങ്കിൽ രാജുവിനെ സാറിനെ വിളിക്കാൻ പോകുന്നതെന്ന് ഋതിക പറയുന്നു. മേഡം, എൻ്റെ മനസ്സിൽ ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. ആ ലക്ഷ്യങ്ങളിൽ എത്തുന്നതുവരെ നമുക്ക് മേഡവും രാജുവുമായിട്ട് തന്നെ തുടരും. മേഡത്തിന്റെ അമ്മയെക്കുറിച്ചുള്ള കാര്യങ്ങൾ എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തണമെന്നും രാജു പറയുമ്പോൾ അങ്ങോട്ടേക്ക് രാധമ്മ വരികയാണ്. അല്ല, രണ്ടുപേരും കൂടി എന്താ ചർച്ചയെന്ന് ചോദിക്കുമ്പോൾ ഋതിക പറയാനെടുക്കുമ്പോഴേക്കും പറയണ്ടെന്ന് കണ്ണുകൊണ്ട് കാണിക്കുകയാണ് രാജു. എടാ, നിന്റെ കഥകളിയൊക്കെ ഞാൻ കാണുന്നുണ്ട്. എന്താണെങ്കിലും നിങ്ങളുടെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പറഞ്ഞ് രാധമ്മ പുറത്തേക്ക് പോകുമ്പോൾ ആണെങ്കിലും മേഡത്തിന്റെ അച്ഛന്റെ മാത്രമല്ല അമ്മയുടെ കൂടി സമ്മതത്തോടെയാണ് ഈ വിവാഹം നടന്നതെന്ന് എല്ലാവരെയും എത്രയും പെട്ടെന്ന് അറിയിക്കണമെന്ന് രാജു മനസ്സിൽ പറയുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.